നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനുള്ള CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കുകയാണ്. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ കീഴ്ഘടകങ്ങളിൽ ഉയർന്ന വിമർശനങ്ങളടക്കം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരും. തിരുത്തലിന്റെ ഭാഗമായി പ്ലീനം വിളിക്കണമോ എന്ന കാര്യത്തിലും സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും. സേഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സേഫ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ച് താഴെത്തട്ടിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച ഒരു ചർച്ചയായിരിക്കാം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു. ആ ചർച്ചകൾക്കപ്പുറത്ത് ഒരു തിരുത്തൽ നിർദ്ദേശവും പരിഹാര മാർഗവും ഒക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഉയർന്നു വരുമോ? ഉറപ്പായും വരേണ്ടതല്ലേ ജിൽസി? കാരണം CPM 3 ദിവസം നേതൃയോഗം വിളിച്ചിരിക്കുന്നത് തന്നെ എന്തുകൊണ്ട് തോറ്റു എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ്. ആ പരിശോധനയുടെ ആദ്യഘട്ടം കഴിഞ്ഞു. സാധാരണഗതിയിൽ മേൽത്തട്ടിൽ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കി കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇതുകൊണ്ടാണ് തോറ്റത് എന്ന് പറയുന്ന ഒരു പതിവാണ് CPM-ൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം ചേർന്നപ്പോൾ ഉയർന്നു വന്ന അഭിപ്രായം മറയില്ലാതെ സംസാരിക്കാനുള്ള അവകാശം പാർട്ടി അംഗങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ്. അങ്ങനെ മറയില്ലാതെ സംസാരിക്കാനുള്ള അവകാശം കൊടുക്കുകയും കീഴ്ഘടകങ്ങളിൽ നിന്ന് ആ വിമർശനങ്ങൾ കേട്ട് മോൾത്തട്ടിൽ വന്ന് അവിടെ തിരുത്തൽ പ്രക്രിയ അങ്ങനെ നടക്കട്ടെ എന്നുള്ള നിലപാട് കൂടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തു. അങ്ങനെ മറയില്ലാതെ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആഞ്ഞടിക്കുകയായിരുന്നു ആ പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും. പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെ പല സമയങ്ങളിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയനെതിരെ ഇങ്ങനെ വിമർശനങ്ങൾ നമ്മൾ ഈ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ല. അദ്ദേഹം 17 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പിന്നീട് 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ 27 വർഷം പിണറായി വിജയൻ ഇങ്ങനെ കാതലായ വിമർശനങ്ങൾ പാർട്ടി നേതൃയോഗങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ലായിരുന്നു അവസ്ഥ. വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന്, ജില്ലാ കമ്മിറ്റികളിൽ നിന്ന്, ഏരിയ കമ്മിറ്റിയിൽ നിന്ന്, ലോക്കലിൽ നിന്ന്, ബ്രാഞ്ചിൽ നിന്നടക്കം വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടാണ് ഈ യോഗങ്ങളെല്ലാം സംഘടിപ്പിച്ചത്. അവർ ആ റിപ്പോർട്ട് ആക്കി ജില്ലാ നേതൃത്വത്തിന് നൽകുകയും ജില്ലാ നേതൃത്വം അത് സംസ്ഥാന നേതൃത്വത്തിന് ഓരോ ജില്ലയിലെ റിപ്പോർട്ടായി നൽകുകയും ചെയ്തിട്ടുണ്ട്. പിണറായി വിജയന്റെ ശൈലി, പിണറായി വിജയന്റെ രീതികൾ, ചില പ്രതികരണങ്ങൾ, ഇതെല്ലാം തോൽവിക്ക് ആക്കം കൂട്ടി എന്നുള്ള വിമർശനമാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. MV ഗോവിന്ദനെതിരെ പിന്നെ പറയണ്ട. വലിയ വിമർശനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് കമ്മിറ്റികളിൽ ഉയർന്നു വന്നത്. അദ്ദേഹം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയണമായിരുന്നു എന്ന അഭിപ്രായം ഉയർന്നു വന്നു. അതുപോലെ പത്രസമ്മേളനങ്ങൾ, ഓരോ പത്രസമ്മേളനങ്ങളും ഓരോ 100 പേര് വെച്ച് പാർട്ടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോകുന്നു ഈ പത്രസമ്മേളനങ്ങൾ വഴി എന്ന വിമർശനങ്ങൾ വരെ കേൾക്കേണ്ടി വന്നു. അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ടാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു മെനഞ്ഞാന്ന് ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചെയ്ത കാര്യം. അത് 14 ജില്ലയിൽ നിന്നുള്ള വിമർശനങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ടായി മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. അപ്പോൾ MV ഗോവിന്ദൻ തന്നെ അത് വായിക്കേണ്ടി വരും. കാരണം MV ഗോവിന്ദനെതിരെ വിമർശനങ്ങൾ ഉണ്ടായി. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടാണ് വിമർശനങ്ങൾ ഉണ്ടായെന്ന് MV ഗോവിന്ദൻ തന്നെ വായിക്കേണ്ടി വരുന്ന രീതിയിലാണ് ആ റിപ്പോർട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അത് 2-3 തരത്തിലാണ് ആ തിരുത്തൽ പ്രക്രിയ. ഒന്ന്, പാർട്ടി രംഗത്ത് എന്തൊക്കെ മാറ്റം വരുത്തണം, പാർട്ടിയുടെ സംഘടനാ രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഈ അണികളുടെ പ്രവർത്തന ശൈലിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം. ഈ പാർട്ടി, ഈ CPM നേതാക്കന്മാരെന്ന് പറയുമ്പോൾ ആൾക്കാരെ കണ്ടാൽ മിണ്ടാൻ വലിയ പാടാണ് എന്നുള്ള വിമർശനങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള പാർട്ടി അണികളിൽ നിന്ന് അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ തരത്തിലുള്ള തിരുത്തൽ പ്രക്രിയകൾ എങ്ങനെ വേണമെന്ന് ഇന്ന് നാളെ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിക്കും. അതിനൊപ്പം തന്നെ പ്ലീനം വിളിക്കണമോ, സംഘടനാ തലത്തിലെ വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി പ്ലീനം വിളിക്കണമോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ജിൽസി, സേഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം തിരുത്തി പുതിയ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സമയം കൂടിയാണ്. എന്തായാലും പാർട്ടി തിരുത്തി വരട്ടെ. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് കൂടുതൽ ആക്കം നൽകുന്ന രീതിയിൽ എല്ലാ പാർട്ടികളും സജീവമായി തന്നെ വേണം. തെറ്റുപറ്റിയാൽ അത് തിരുത്തുക, അത് തിരിച്ചറിയുക എന്നുള്ള വലിയ കാര്യങ്ങളിലേക്ക്, അത്തരം നടപടികളിലേക്ക്, ഇനി പ്ലീനം വിളിക്കണോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പാർട്ടി കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സേഫാണ് വിവരങ്ങൾ നൽകിയത്.